നമസ്കാരം. പ്രധാന വാർത്തകൾ. കാഞ്ഞങ്ങാട്ടും പരിസര പ്രദേശങ്ങളിലും അക്രമം തുടരുന്നു. ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടി. ഡിഐജി ശ്രീജിത്ത്. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാഞ്ഞങ്ങാട്ട് സർവകക്ഷി യോഗം ചേർന്നു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച അവധി. വ്യാപാര സ്ഥാപനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ. വാർത്തകൾ വിശദമായി. കാഞ്ഞങ്ങാട്ടും പരിസര പ്രദേശങ്ങളിലും വ്യാപക അക്രമം. നിരവധി വീടുകൾക്കും വ്യാപാര സ്ഥാപനങ്ങൾക്കും നേരെ കല്ലേറ്. പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചു. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ലിജേഷിന്റെ ഓട്ടോ തകർത്തതിനെ തുടർന്ന് നഗരത്തിലേക്ക് വ്യാപിച്ച അക്രമം ചൊവ്വാഴ്ച കാഞ്ഞങ്ങാട്ടും പരിസര പ്രദേശങ്ങളിലേക്കും വ്യാപിച്ചു. ലീഗ് സിപിഎം ശക്തികേന്ദ്രങ്ങളായ നോർത്ത് കോട്ടച്ചേരി, വെള്ളിക്കോത്ത്, മടിയൻ, മാണിക്കോത്ത്, ഇക്ബാൽ ജംഗ്ഷൻ, പുല്ലൂർ, ചാലിങ്കാൽ, മുറിയനാവി, മാവുങ്കാൽ എന്നിവിടങ്ങളിലും വ്യാപകമായി അക്രമങ്ങൾ അരങ്ങേറി. മുറിയനാവിയിൽ 12 വീടുകൾക്ക് നേരെ കല്ലേറുണ്ടായി. നോർത്ത് കോട്ടശ്ശേരിയിലും മുറിയനാവിയിലും പോലീസ് അക്രമികളെ തുരത്താൻ ഗ്രനേഡ് പ്രയോഗിച്ചു. നോർത്ത് കോട്ടശ്ശേരിയിൽ അക്രമികൾക്ക് നേരെ രാവിലെയാണ് പോലീസ് ഗ്രനേഡ് പ്രയോഗിച്ചത്. കോട്ടച്ചേരിയിൽ റിയാസിന്റെ ഉടമസ്ഥതയിലുള്ള വൈറ്റ് ഷോപ്പ്, ഫാൽക്കോ വെഡിംഗ് സെന്റർ, കവാലി റെഡിമെയ്ഡ്, അൽമദീന പർദ ഹൌസ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നേരെയും കല്ലേറുണ്ടായി. കാഞ്ഞങ്ങാട് മണ്ഡലം ലീഗ് ഓഫീസിന് നേരെയും ആക്രമണമുണ്ടായി. ലക്ഷ്മി നഗർ തിരുവത്ത് സിപിഎം ലോക്കൽ കമ്മിറ്റി ഓഫീസിന് നേരെ അക്രമം നടന്നു. സിപിഎം ഹൊസദുർഗ് ലോക്കൽ സെക്രട്ടറി എ.വി. രാമചന്ദ്രൻ, സഹോദരൻ എ.വി. രാഘവൻ, നാരായണൻ, കരുണാകരൻ, പി. ബാലകൃഷ്ണൻ, ഉദയൻ, കാർത്തിയായനി, കുഞ്ഞിരാമൻ, കുമാരൻ എന്നിവരുടെ വീടുകൾക്ക് നേരെയും അക്രമം നടന്നു. മുറിയനാവിയിൽ മദ്രസയ്ക്ക് നേരെ കല്ലേറ് നടന്നു. അജാനൂർ തെക്കേപ്പുറത്ത് ലീഗ് നേതാവ് കെ.എച്ച്. മുഹമ്മദ് കുഞ്ഞി, ഹലീമ, പള്ളിക്കാടത്ത് കരീം, മാഹിൻ കാടത്ത്, കുഞ്ചാവി അബ്ദുള്ള എന്നിവരുടെ വീടുകൾക്ക് നേരെയും അക്രമമുണ്ടായി. അതിഞ്ഞാൽ നൂർമഹൽ റോഡിൽ നാടക ഏജന്റ് നാരായണന്റെ വീടിന് നേരെയും അക്രമം നടന്നു. അരയിലും അക്രമം നടന്നു. അരയിൽ മുസ്ലിം ലീഗ് ഓഫീസ് തകർത്തു. കാഞ്ഞങ്ങാട് കടപ്പുറം ജമാഅത്ത് കമ്മിറ്റിയുടെ കെട്ടിടത്തിന് നേരെയും അക്രമം നടന്നു. ഇങ്ങോട്ട് കൊണ്ടുവാ മുലക്കൂടി മാറാത്തത്. മുറിയനാവിയിൽ KMCC നേതാവ് CH മുഹമ്മദ് കുഞ്ഞി ഹാജിയുടെ വീടിന് നേരെയും അക്രമം നടന്നു.
ചമ്മട്ടംവയലിലും ആറങ്ങാടിയിലും പുല്ലൂരും വാഹനങ്ങൾ തടഞ്ഞിട്ടു. പുല്ലൂരിൽ സ്വകാര്യ ബസ് അടിച്ചു തകർത്തു. ചാലിങ്കാലിൽ 5 വീടുകൾക്ക് നേരെ അക്രമമുണ്ടായി. ചാലിങ്കാൽ എണ്ണപ്പാറയിലെ അബ്ദുൽ അസീസ്, ഹസൻ, അബ്ദുൽ ഖാദർ, ബഷീർ ഉമാലി എന്നിവരുടെ വീടുകൾക്ക് നേരെയും അക്രമമുണ്ടായി. ഇവരുടെ വീടിന് മുന്നിൽ നിർത്തിയ ഒരു മാരുതി വാനും 2 കാറും തകർത്തു. മാണിക്കോത്ത് മടിയനിൽ ഇരുവിഭാഗങ്ങൾ സംഘടിച്ച് സംഘർഷം നടന്നു. മടിയൻ സ്കൂൾ പരിസരത്തുള്ള കൂവൽ മുഹമ്മദ് കുഞ്ഞി, കുഞ്ഞാമത്, TK മുഹമ്മദ് കുഞ്ഞി, എയർപോർട്ട് അബ്ദുൽ റഹ്മാൻ, ഛായ മുഹമ്മദ് കുഞ്ഞി, കുഞ്ഞാമത് എന്നിവരുടെ വീടുകൾക്ക് നേരെയും കല്ലേറ് നടന്നു. അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടിയെടുക്കുമെന്ന് ഉത്തരമേഖല DIG ശ്രീജിത്ത്. ഹോസ്ദുർഗ്, അമ്പലത്തറ, ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധികളിൽ ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടി സ്വീകരിക്കുമെന്ന് ഉത്തരമേഖല DIG ശ്രീജിത്ത് കാഞ്ഞങ്ങാട്ട് പറഞ്ഞു. പലതും ഉൾപ്രദേശങ്ങളിലാണ് നടക്കുന്നത്. ഉൾപ്രദേശങ്ങളിലൊക്കെ എത്തി കണ്ടുപിടിച്ച് ഈ കാര്യങ്ങൾ നേരിടാനായിട്ടുള്ള ഒരു കാലതാമസം വന്നിട്ടുണ്ടാവാം. പക്ഷേ അതിന് എന്തായാലും ഉണ്ടാവില്ല. ഇപ്പോൾ ആവശ്യത്തിന് ഫോഴ്സ് കൂടെ വന്നിട്ടുണ്ട്. അക്രമ സംഭവങ്ങൾ വ്യാപിക്കാതിരിക്കാൻ ബേക്കൽ, ഹോസ്ദുർഗ്, അമ്പലത്തറ പോലീസ് സ്റ്റേഷനുകളിൽ ഒരാഴ്ചത്തേക്ക് ജില്ലാ കളക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാഞ്ഞങ്ങാടിന് തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ നാണക്കേടായിട്ട് വരും. പൊതുവെ കാഞ്ഞങ്ങാട് ഏറ്റവും സമാധാനമുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് നമ്മളൊരു എല്ലാവരും കൂടി ഒത്തിരുന്ന് അറിയിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. കൃത്യമായിട്ട് ചിന്തിക്കുകയും ഉടനെ എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഫോഴ്സ് ഇപ്പോൾ ധാരാളം എത്തിക്കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലും ചില പ്രശ്നങ്ങളുള്ളത് കാരണം നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് നമുക്ക് പോലീസിനെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത്. പ്രകടനങ്ങൾ നടത്തുന്നതും പൊതുയോഗങ്ങൾ നടത്തുന്നതും വിലക്കിയിട്ടുണ്ട്. വിവിധ കേസുകളിലായി 40ഓളം പേരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിൽ നിന്നും പോലീസ് സേന കാഞ്ഞങ്ങാട്ടെത്തി. ദ്രുതകർമ്മസേനയും MSPയും ക്രമസമാധാന പാലനത്തിന് എത്തിയിട്ടുണ്ട്. അക്രമം നടന്ന സ്ഥലങ്ങളിൽ പോലീസ് പിക്കറ്റ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മുൻകരുതൽ അറസ്റ്റും നടക്കുന്നുണ്ട്. 2 ദിവസങ്ങളിലായി നടന്ന അക്രമ സംഭവങ്ങളിൽ ഹോസ്ദുർഗ് പോലീസ് 300ഓളം പേർക്കെതിരെ കേസെടുത്തു. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ജില്ലാ കളക്ടർ KN സതീഷിന്റെ സാന്നിധ്യത്തിൽ കാഞ്ഞങ്ങാട് സർവകക്ഷി സമാധാന യോഗം ചേർന്നു. അക്രമ സംഭവങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ലെന്നും അക്രമികൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും ജില്ലാ കളക്ടർ പറഞ്ഞു. ജില്ലയിലെ പ്രൊഫഷണൽ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കളക്ടർ ബുധനാഴ്ച അവധി പ്രഖ്യാപിച്ചു. ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവം നടന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കഴിഞ്ഞെങ്കിൽ കൂടി പൂർണ്ണമായിട്ട് ഒരു സംതൃപ്തിയോടുകൂടി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ രീതിയിൽ പോവുകയാണെങ്കിൽ നമുക്ക് പ്രത്യേകിച്ച് കാഞ്ഞങ്ങാടിന് തന്നെ നമ്മുടെ കാസർഗോഡ് ജില്ലയ്ക്ക് തന്നെ നാണക്കേടായിട്ട് വരും. പൊതുവെ കാഞ്ഞങ്ങാട് ഏറ്റവും സമാധാനമുള്ള ഒരു ഏരിയ ആയിട്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നടന്ന ചില പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാൽ പോലും പെട്ടെന്ന് നമ്മളൊരു എല്ലാവരും കൂടി ഒത്തിരുന്ന് അറിയിക്കാൻ പറ്റിയിട്ടുണ്ടോ എന്ന് സംശയമാണ്. കൃത്യമായിട്ട് ചിന്തിക്കുകയും ഉടനെ എന്തെങ്കിലും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പോലീസ് ഫോഴ്സ് ഇപ്പോൾ ധാരാളം എത്തിക്കഴിഞ്ഞു. കണ്ണൂർ ജില്ലയിലും ചില പ്രശ്നങ്ങളുള്ളത് കാരണം നമുക്ക് കണ്ണൂർ ജില്ലയിൽ നിന്ന് നമുക്ക് പോലീസിനെ എത്തിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് നമുക്കിപ്പം ഹോസ്ദുർഗ് താലൂക്കിലെ അമ്പലത്തറ കാഞ്ഞങ്ങാട് പോലീസ് സ്റ്റേഷനിൽ ഇപ്പോൾ 144 ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്. നാളെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പ്രൊഫഷണൽ കോളേജ് അടക്കം നാളെ ഹോളിഡേ ഡിക്ലെയർ ചെയ്തിരിക്കുകയാണ്. മറ്റൊന്നുകൊണ്ടുമല്ല, കാരണം ഈ പ്രശ്നത്തിന്റെ പേരിൽ കുട്ടികൾക്കുള്ള ബുദ്ധിമുട്ടുണ്ടാവരുത് എന്നുള്ളൊരു ഉദ്ദേശം കൊണ്ടാണ് ചെയ്തിരിക്കുന്നത്. അതായത് ഒരു ഭീകര അന്തരീക്ഷം ഉണ്ടെന്നുള്ളത് കൊണ്ടല്ല, കാരണം ഈ അസൗകര്യങ്ങൾ എത്രയും മറ്റുള്ളവർക്ക് കുറയ്ക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പം പ്രധാനമായിട്ടും ഈ നാട്ടിൽ പരിചയമുള്ള നിങ്ങൾ ഓരോരുത്തരുടെ ഭാഗത്തുനിന്നും വേണം ഈ ഇതിൽ എന്തെങ്കിലും സജഷൻ ഞങ്ങൾ ഇത് ചെയ്യണം എന്നുള്ള കാര്യത്തിൽ ഞങ്ങൾക്ക് വേണ്ട അഡ്വൈസാണ് ഇത് യോഗത്തിൽ പ്രത്യേകം ഉദ്ദേശിക്കുന്നത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ധാരാളം ഷോപ്പുകൾ, വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം വലിയൊരു നഷ്ടം ഇവിടെ സംഭവിച്ചിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾക്കും ആകെ ഒരു പാനിക് സിറ്റുവേഷൻ. സർവകക്ഷി സമാധാന യോഗത്തിൽ ജില്ലാ പോലീസ് സൂപ്രണ്ട് ശ്രീശുഗൻ, നഗരസഭാ വൈസ് ചെയർമാൻ പ്രഭാകരൻ വാഴുന്നറടി, സബ് കളക്ടർ ബാലകിരൺ, ASP മഞ്ജുനാഥ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ഇനിയൊരു ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മൻസൂർ സ്കൂൾ ഓഫ് നഴ്സിംഗിൽ GNM നഴ്സിംഗ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിന്റെയും കേരള നഴ്സിംഗ് കൗൺസിലിന്റെയും അംഗീകാരമുള്ള കോഴ്സുകൾക്ക് പ്രവേശനത്തിനായി ഉടൻ ബന്ധപ്പെടുക. മൻസൂർ ഹോസ്പിറ്റൽ ആരോഗ്യമേഖലയിൽ കിടപിടിക്കാനാകാത്ത നേട്ടങ്ങളോടെ മലബാറിന്റെ സ്പന്ദനമായി മാറിക്കഴിഞ്ഞ ആശയറ്റവന്റെ ആശാകേന്ദ്രമായി തീർന്ന മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ് വിശ്വസ്ത സേവനത്തിലൂടെ ജൈത്രയാത്ര തുടരുന്നു. ചികിത്സാ രംഗത്ത് രാജ്യാന്തരമായി ഉപയോഗിക്കുന്ന എല്ലാ നൂതന ഉപകരണങ്ങളുടെ സാധ്യതയും ഏറ്റവും പ്രഗത്ഭരായ ഡോക്ടർമാരുടെ കിടപിടിക്കാനാകാത്ത സേവനവും മാനേജ്മെന്റിന്റെ ദീർഘവീക്ഷണത്തോടെയുള്ള നിശ്ചയദാർഢ്യവുമാണ് മൻസൂർ ഹോസ്പിറ്റലിന്റെ 2 ദശാബ്ദക്കാലത്തെ അസൂയാവഹ
ചരിത്രപ്രഭാവകമായ മുന്നേറ്റം. നവജാത ശിശുക്കളുടെ തീവ്രപരിചരണ വിഭാഗം, നിയോനാറ്റൽ ICU, വെന്റിലേറ്റർ, പീഡിയാട്രിക് വെന്റിലേറ്റർ, ഫോട്ടോതെറാപ്പി, വാമർ, സിയാം, കളർ ഡോപ്ലർ, ട്രെഡ്മിൽ, ഇൻക്യുബേറ്റർ, ലാപ്രോസ്കോപ്പിക് സർജറി സിസ്റ്റം, വെൽ equipped ആൻഡ് മോസ്റ്റ് ഹൈജീനിക് ഓപ്പറേഷൻ തിയേറ്റേഴ്സ്, ആത്മാർത്ഥ സേവനത്തോടെ ദിവസം മുഴുവൻ പ്രവർത്തിക്കുന്ന മെഡിക്കൽ ഷോപ്പ്, ആംബുലൻസ്, ലിഫ്റ്റ് സൗകര്യം, വിദഗ്ധരായ അധ്യാപകരുടെ ശിക്ഷണത്തിൽ ഇന്ത്യൻ നഴ്സിംഗ് കൌൺസിലിന്റെയും കേരള നഴ്സിംഗ് കൌൺസിലിന്റെയും അംഗീകാരമുള്ള നഴ്സിംഗ് സ്കൂൾ, മൻസൂർ ഹോസ്പിറ്റൽ ആൻഡ് സ്കൂൾ ഓഫ് നഴ്സിംഗ്, കാഞ്ഞങ്ങാട്. ഫോൺ 22020707 lines. Mansoor Hospital. Dedication, determination and divinity. വാർത്തകൾ തുടരുന്നു. അതിനു മുമ്പ് പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട്ടും പരിസര പ്രദേശങ്ങളിലും അക്രമം തുടരുന്നു. ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടി, DIG ശ്രീജിത്ത്. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാഞ്ഞങ്ങാട്ട് സർവകക്ഷി യോഗം ചേർന്നു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച അവധി. വ്യാപാര സ്ഥാപനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ. കാഞ്ഞങ്ങാട് നഗരത്തിൽ ഹർത്താൽ ബന്ദായി മാറി. ജനം വലഞ്ഞു. വ്യാപാരികൾ പ്രഖ്യാപിച്ച ഹർത്താൽ കാഞ്ഞങ്ങാട്ട് ബന്ദായി മാറി. വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമങ്ങൾ നടത്തുന്നതിനാൽ വ്യാപാരികൾ കട അടച്ചിട്ട് യോഗം ചേരാൻ തീരുമാനിച്ചിരുന്നു. രാവിലെ മുതൽ കടകൾ അടഞ്ഞുകിടന്നു. പുല്ലൂരിലും മാവുങ്കാലിലും ചമ്മട്ടംവയലിലും ദേശീയപാതയിൽ വാഹനങ്ങൾ തടഞ്ഞിട്ടതോടെ വാഹന ഗതാഗതവും നിലയ്ക്കുകയായിരുന്നു. പുല്ലൂരിൽ SMS ബസ് അടിച്ചു തകർത്തതോടെ അരമണിക്കൂറോളം ഗതാഗതം സ്തംഭിച്ചു. കഴിഞ്ഞ ദിവസം അതിഞ്ഞാൽ ഭാഗത്തേക്ക് ഓട്ടം പോയ ഡ്രൈവർക്ക് മർദ്ദനമേറ്റതായി ആരോപിച്ചാണ് ഒരു വിഭാഗം ഡ്രൈവർമാർ വാഹനങ്ങൾ തടഞ്ഞത്. 10:30 പോലീസ് ലാത്തിചാർജ് നടത്തിയാണ് ഇവരെ പിരിച്ചുവിട്ടത്. സ്വകാര്യ ബസ് തകർത്തതോടെ മറ്റു ബസ്സുകളും ഓട്ടം നിർത്തി. വാഹനങ്ങൾ വ്യാപകമായി ആക്രമിക്കപ്പെട്ടതോടെ മറ്റു വാഹനങ്ങളും ഓട്ടം നിർത്തിവെച്ചു. ഇതോടെ വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ള യാത്രക്കാരാണ് വലഞ്ഞത്. കാഞ്ഞങ്ങാട് ഹോട്ടലുകൾ ഉൾപ്പെടെയുള്ള സ്ഥാപനങ്ങൾ അടഞ്ഞുകിടന്നു. ഉച്ചഭക്ഷണം പോലും കിട്ടാതെ യാത്രികർ വലയുകയാണ് ഉണ്ടായത്. മലയോരത്തേക്കുള്ള ഗതാഗതവും നിലച്ചിരുന്നു. ദൂരസ്ഥലങ്ങളിൽ നിന്ന് എത്തിയവരാണ് ഏറെ വലഞ്ഞത്. മിക്കവരും കാൽനട യാത്ര ചെയ്താണ് തിരിച്ചുപോയത്. കാഞ്ഞങ്ങാട്ട് അനിശ്ചിതകാല ഹർത്താലിന് മർച്ചന്റ്സ് അസോസിയേഷൻ ആഹ്വാനം. കാഞ്ഞങ്ങാട്ട് ഹർത്താൽ പൂർണ്ണം. കാഞ്ഞങ്ങാട്ട് വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെയുണ്ടായ അക്രമത്തിൽ പ്രതിഷേധിച്ച് മർച്ചന്റ്സ് അസോസിയേഷൻ അനിശ്ചിതകാല ഹർത്താലിന് ആഹ്വാനം ചെയ്തു. ചൊവ്വാഴ്ച കാഞ്ഞങ്ങാട്ട് ഹർത്താൽ ആചരിച്ചു. കടകൾക്ക് നേരെ അക്രമം തുടരുന്നതിൽ പ്രതിഷേധിച്ച് വ്യാപാരികൾ ഹർത്താൽ ആചരിച്ചു. കടകൾ അടച്ച് അടിയന്തര യോഗം ചേർന്നാണ് തീരുമാനമെടുത്തത്. ഹമീദ് അജി, പീറ്റർ, പ്രണവം അശോകൻ തുടങ്ങിയവർ പങ്കെടുത്തു. പോലീസ് സംരക്ഷണം നൽകിയാൽ മാത്രമേ കടകൾ തുടർന്ന് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് യോഗത്തിന് ശേഷം നേതാക്കൾ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. അക്രമം അഴിച്ചുവിടാനുള്ള ഒരു വേദിയായി കാഞ്ഞങ്ങാട് മർച്ചന്റ്സ് അസോസിയേഷൻ സ്ഥാപനങ്ങളെയാണ് കണ്ടത്. എന്തുകൊണ്ട് എന്നറിയില്ല. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് രാഷ്ട്രീയമോ ജാതിയോ മതമൊന്നും ഇല്ലാതെ സമാധാനപരമായി കച്ചവടം ചെയ്യുന്ന ഒരു ചുറ്റുപാടുള്ള ആൾക്കാരാണ് നമ്മൾ. ബെങ്ങച്ചേരി കോംപ്ലക്സിലെ 5 വ്യാപാര സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം നടന്നിരുന്നു. കോട്ടച്ചേരിയിലെ വൈറ്റ് ഷോപ്പ്, ഫാൽക്കോ വെഡിംഗ് സെന്റർ, ഖവാലി റെഡിമെയ്ഡ്, അൽമദീന പർദ ഹൌസ് തുടങ്ങിയ സ്ഥാപനങ്ങൾക്ക് നേരെ അക്രമം നടന്നിരുന്നു. താലൂക്കിലെ വിവിധ ഭാഗങ്ങളിൽ സ്വകാര്യ ബസ്സുകൾക്ക് നേരെ നടന്ന അക്രമത്തിൽ ഹോസ്ദുർഗ് താലൂക്ക് ബസ് ഓണേഴ്സ് അസോസിയേഷൻ ശക്തമായി പ്രതിഷേധിച്ചു. ബസ്സുകൾക്കും തൊഴിലാളികൾക്കും സംരക്ഷണം നൽകിയില്ലെങ്കിൽ അനിശ്ചിതകാല ബസ് സമരം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കുമെന്ന് അസോസിയേഷൻ അറിയിച്ചു. വെള്ളിക്കൊത്ത് സ്കൂൾ ബസിന് നേരെയും പഞ്ചായത്ത് കാര്യാലയത്തിന് നേരെയും അക്രമം. വെള്ളിക്കൊത്ത് രാവിലെ സാദിയ സ്കൂൾ ബസിന് നേരെയും അക്രമമുണ്ടായി. സ്കൂൾ ബസ്സിലെ കുട്ടികളെ ഇറക്കിവിട്ടതിനു ശേഷമാണ് ബസ് അടിച്ചു തകർത്തത്. തുടർന്ന് സംഘം പഞ്ചായത്ത് കാര്യാലയത്തിന് നേരെയും അക്രമം നടത്തി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാഞ്ഞങ്ങാട്ടും പരിസര പ്രദേശങ്ങളിലും അക്രമം തുടരുന്നു. ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. അക്രമികൾക്കെതിരെ മുഖം നോക്കാതെ നടപടി, DIG ശ്രീജിത്ത്. അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കാഞ്ഞങ്ങാട്ട് സർവകക്ഷി യോഗം ചേർന്നു. പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെ ജില്ലയിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ബുധനാഴ്ച അവധി. വ്യാപാര സ്ഥാപനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടുമെന്ന് മർച്ചന്റ്സ് അസോസിയേഷൻ. വാർത്തകൾ അവസാനിക്കുന്നു. നമസ്കാരം.